പ്രിയപ്പെട്ടവരെ, ചെങ്ങന്നൂരിൽ നല്ല ഗതാഗത കുരുക്കായിരുന്നു. അതുകൊണ്ടാണ് വരാൻ ഒരുപാട് വൈകിപ്പോയത്. ഇനിയാണെങ്കിൽ എനിക്ക് മാവേലിക്കരയിൽ കൂടി ഒന്ന് പോകേണ്ടതുണ്ട്. അവിടെ നമ്മുടെ സ്ഥാനാർത്ഥിയുടെ റോഡ് ഷോയും മറ്റുമാണ്. അത് അവസാനിക്കുന്നതിന് മുൻപ് അവരോടൊപ്പം ഒന്ന് എത്തുമെന്ന് വാക്ക് പറഞ്ഞിരുന്നതാണ്. അതെ നമ്മുടെ സുജാത സഖ വിളിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് അവർ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു പ്രസംഗത്തിലേക്കൊന്നും കടക്കുന്നില്ല. ഇവിടെ വരിക, നിങ്ങളെ എല്ലാവരെയും കാണുക, കേരള രാഷ്ട്രീയത്തിലെ ധാർമ്മികതയുടെ പ്രതീകമെന്ന പോലെ നമുക്ക് ഉയർത്തിക്കാട്ടാവുന്ന പ്രിയപ്പെട്ട മാത്യു ടി തോമസിൻ്റെ ഈ പ്രചരണ പരിപാടികളിൽ ഭാഗമാവുക എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. എനിക്ക് അക്കാര്യം മാത്രമേ ഓർമ്മപ്പെടുത്തുവാനുമുള്ളൂ. രാഷ്ട്രീയം വല്ലാതെ മലീമസമായി കൊണ്ടിരിക്കുന്നൊരു കാലമാണിത്. സത്യത്തിൽ സ്വാതന്ത്ര്യ സമരകാലത്തും അതിനുശേഷവുമൊക്കെ ആദർശാത്മകമായ പൊതുപ്രവർത്തനത്തെയാണ് രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ട് ഉദ്ദേശിച്ചിരുന്നത്. രാഷ്ട്രീയ പ്രവർത്തകരായി കടന്നു വരുന്നവർ സ്വന്തമെന്ന വാക്കു മറന്ന് നാടിനു വേണ്ടി സമർപ്പിത ജീവിതം നയിക്കുന്നവരായിരുന്നു. എൻ്റെ നാടിനെന്ത് സംഭവിക്കും, എൻ്റെ നാട്ടുകാരുടെ സ്ഥിതി എന്തായിരിക്കുമെന്ന ഉത്കണ്ഠകളാണ്, ആകുലതകളാണ് രാഷ്ട്രീയ നേതാക്കളെ, രാഷ്ട്രീയ പ്രവർത്തകരെ നയിച്ചിരുന്നത്. അങ്ങനെയുള്ള പർവ്വത സമാനമായ മഹത് വ്യക്തികളുടെ പ്രവർത്തന രംഗമായിരുന്നു രാഷ്ട്രീയം. മഹാത്മാഗാന്ധി മുതൽ ഇങ്ങോട്ടുള്ള ഒട്ടേറെ മഹാത്മാക്കളായ നേതാക്കളെ നാം ചരിത്രത്തിൽ പരിചയപ്പെടുന്നുണ്ട്. എന്നാൽ സമീപകാലത്തായി നിങ്ങൾ നോക്കൂ, ഇവിടെ ഇപ്പോൾ അധ്യക്ഷൻ തന്നെ സൂചിപ്പിച്ചത് കേരള രാഷ്ട്രീയത്തിൽ സമാനതകളില്ലാത്ത, കേരള ചരിത്രത്തിൽ മുൻ മാതൃകകളൊന്നുമില്ലാത്തൊരു വൻ കൊള്ളയെക്കുറിച്ചാണ്. മനുഷ്യരായി പിറന്നവർക്കാർക്കും ചിന്തിക്കാനാവാത്ത ഒരു കൊള്ള. മരണവീട്ടിൽ നിന്ന് മോഷണം നടത്തുന്ന കള്ളന്മാരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടില്ല. അങ്ങനെയൊന്നും ഉണ്ടാവാറില്ല. കാരണം ഒരാൾ മരിച്ചാൽ ബന്ധുമിത്രാദികൾക്കെല്ലാം ഉണ്ടാകുന്ന വേദന, സങ്കടം, ആ ഒരു പശ്ചാത്തലത്തിൽ മോഷണം നടത്താനൊന്നും ഒരു കള്ളനും മുതിരില്ല. എന്നാൽ ഒരു നാടാകെ വിറങ്ങലിച്ച് നിന്ന നാൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. വയനാട് ദുരന്തമുണ്ടായതിൻ്റെ പിറ്റേ ദിവസം പുറത്തിറങ്ങിയ കേരളത്തിലെ വർത്തമാന പത്രങ്ങൾക്കെല്ലാം ഒരേ തലക്കെട്ടായിരുന്നു. ആരെങ്കിലും ഓർത്തിരിക്കുന്നോ എന്ന് എനിക്കറിയില്ല. അപൂർവങ്ങളിൽ അത്യപൂർവമായി മാത്രമേ അങ്ങനെ സംഭവിക്കാറുള്ളൂ. ഉള്ളു പൊട്ടി എന്നായിരുന്നു മനോരമയുടെയും മാതൃഭൂമിയുടെയും ദേശാഭിമാനിയുടെയും മാധ്യമത്തിൻ്റെയും ജനയുഗത്തിൻ്റെയും ചന്ദ്രികയുടെയും ദീപികയുടെയും എല്ലാം തലക്കെട്ട്. പരസ്പരം ആലോചിച്ചിട്ടതല്ല. പത്രം ഇറങ്ങി നോക്കിയപ്പോൾ എല്ലാ പത്രത്തിനും ഒരേ തലക്കെട്ട്. അത്രമാത്രം ഉള്ളുലച്ച, വേദനിപ്പിച്ച ഒരു മഹാസങ്കടമാണ് ഉണ്ടായത്. നൂറുകണക്കിന് മനുഷ്യർ ആ ദുരന്തത്തിൽ മരിച്ചുപോയി. കണ്ണടച്ച് തുറക്കുന്ന നേരം കൊണ്ട് ഒരു നാടില്ലാതെയായി. ചാലിയാർ പുഴയിലൂടെ മൃതശരീരങ്ങൾ അനാഥമായി ഒഴുകി നടന്നു. മനുഷ്യൻ്റെ ശരീരഭാഗങ്ങൾ, വേർപെട്ടുപോയ കൈ, കാല്, ശിരസറ്റ ശരീരം, നമ്മൾ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത, ഏത് ശിലാഹൃദയനെയും കരയിപ്പിക്കുന്ന വൻ ദുരന്തം ആ നിമിഷത്തിൽ നാടാകെ അവിടെ ഒഴുകിയെത്തി. അവിടെ അവശേഷിക്കുന്നവരെ രക്ഷിക്കാൻ, പിന്തുണയ്ക്കാൻ, നാടിനെ പുനർനിർമ്മിക്കാൻ. എന്നാൽ ആ സമയത്ത് ആ മൃതശരീരങ്ങൾ സംസ്കരിച്ച ഖബറിടത്തിലെ പച്ചമണ്ണിൻ്റെ നനവ് വിട്ടുമാറുന്നതിന് മുൻപ് പിരിവ് തുടങ്ങി കോൺഗ്രസ്. നമ്മൾ കരുതി അവിടെ സഹായിക്കാനായിരിക്കുന്നു. അങ്ങനെയല്ലേ കരുതാൻ പറ്റൂ. കോടാനുകോടി പിരിച്ച് ആ പണം മുഴുവൻ മോഷ്ടിച്ചു. ആ പണം ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. UDF സ്ഥാനാർത്ഥിയുടെ ചിരിക്കുന്ന മുഖമുള്ള പോസ്റ്റർ കാണുമ്പോൾ ഓർത്തോളണം, ആ ചിരിക്കുന്ന മുഖത്തിൻ്റെ പിന്നിൽ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട വയനാട്ടിലെ ഒരു കുഞ്ഞിൻ്റെ കരയുന്ന മുഖമുണ്ട്. കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട മാതാപിതാക്കളുടെ കണ്ണുനീരുണ്ട്. ആ ദുരന്തത്തിൽ പൊലിഞ്ഞുപോയ മനുഷ്യരുടെ വിലാപങ്ങളുണ്ട്. ആ കണ്ണീരും വിലാപങ്ങളും വിറ്റ കാശാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള ലോകൈക തസ്കര സംഘം, മനസാക്ഷിയില്ലാത്ത കള്ളന്മാരുടെ ഒരു സംഘം, അവരിന്ന് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്ന് തെരഞ്ഞെടുപ്പിലൊക്കെ മത്സരിക്കുകയാണ്. ഈ രാഷ്ട്രീയത്തിൻ്റെ അന്തസ്സ് വീണ്ടെടുക്കാൻ, മാന്യത വീണ്ടെടുക്കാൻ, നല്ല ധാർമ്മികത ഉയർത്തിപ്പിടിക്കുന്ന വ്യക്തിത്വങ്ങൾ കടന്നു വരണം. അതാണ് തിരുവല്ലയുടെ പ്രാധാന്യം.
ഇവിടെ മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥി ബഹുമാന്യനായ അഡ്വക്കേറ്റ് മാത്യു ടി തോമസ്. അദ്ദേഹം കേരള രാഷ്ട്രീയത്തിലെ സൗമ്യധീരമായ ഒരു മുഖമാണ്. അദ്ദേഹത്തിനെതിരെ എതിരാളികൾക്ക് പോലും അഴിമതിയെന്നോ മറ്റെന്തുമാകട്ടെ ഒരാരോപണം ഉന്നയിക്കാനാവില്ല. കറപുരളാത്ത വ്യക്തിത്വം. ഒരു പൊതുപ്രവർത്തകൻ എങ്ങനെയായിരിക്കണമെന്ന ചോദ്യത്തിന് തിരുവല്ല നൽകുന്ന ഉത്തരമാണ് മാത്യു ടി തോമസ് എന്ന പേര്. എനിക്കൊരു കാര്യം ഉറപ്പു തരാനാവും, ഇവിടെ ഒത്തുകൂടിയിരിക്കുന്ന നിങ്ങൾക്ക് ഈ മണ്ഡലത്തിലെ വോട്ടർമാരോട് ധൈര്യസമേതം പറയാനാവും, മാത്യു ടി തോമസിന് വോട്ട് ചെയ്താൽ, അദ്ദേഹത്തിന് വോട്ട് ചെയ്തു എന്നതിന്റെ പേരിൽ ജീവിതത്തിൽ ഒരിക്കലും ആരുടെയും മുന്നിൽ തലകുനിക്കേണ്ടി വരില്ല എന്ന കാര്യം ഉറപ്പാണ്. നമുക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും. നമ്മുടെ പ്രതിനിധി മാത്യു ടി തോമസ് ആണ്. കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും തെളിമയാർന്ന വ്യക്തിത്വങ്ങളിൽ ഒന്നാണ് അദ്ദേഹം. അദ്ദേഹം MLA ആയിരുന്നു, മന്ത്രിയായിരുന്നു, അപ്പോഴെല്ലാം ഈ നാടിന്റെ ഉത്തമനായ ജനപ്രതിനിധിയായിരുന്നു. ഒരു പൊതുപ്രവർത്തകൻ എങ്ങനെയായിരിക്കണമെന്ന ചോദ്യത്തിന് നമുക്ക് പറയാൻ കഴിയുന്ന, ധൈര്യമായി പറയാൻ കഴിയുന്ന മാതൃകയാണ് മാത്യു ടി തോമസ്. ധാർമ്മികതയുടെ, സത്യസന്ധതയുടെ എല്ലാം ആൾരൂപമായി നിൽക്കുന്ന സൗമ്യധീര വ്യക്തിത്വം. അദ്ദേഹം ഇനിയും ഈ മണ്ണിൽ നിന്നും ജയിച്ചു വരുമ്പോൾ നമുക്ക് അഭിമാനിക്കാൻ കഴിയും. നമ്മുടെ നാടിനതൊരു നേട്ടമായിരിക്കും, കേരള രാഷ്ട്രീയത്തിനതൊരു മുതൽക്കൂട്ടായിരിക്കും. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വിജയം ഏറ്റവും തിളക്കമുള്ളതാക്കി മാറ്റാൻ, കേരള രാഷ്ട്രീയത്തെ ശുദ്ധീകരിക്കാനുള്ള തിരുവല്ലയുടെ ഒരു ഇടപെടലായി കൂടി ആ വിജയം മാറണം. തസ്കര സംഘങ്ങൾ അരങ്ങുവാഴേണ്ടതല്ല രാഷ്ട്രീയം, മറിച്ച് നാടിനു വേണ്ടി സമർപ്പിത ജീവിതം നയിക്കുന്ന പൊതുപ്രവർത്തകർക്ക് പ്രവർത്തിക്കുവാനുള്ള മേഖലയാണ് രാഷ്ട്രീയമെന്ന് തിരുവല്ല തെളിയിക്കണം. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നം മോതിരമാണ്. അതും ആദർശാത്മകമായ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചതിൻ്റെ ഭാഗമായി ആണ് ചിഹ്നത്തിലൊരു മാറ്റമുണ്ടായത്. ചരിത്രത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. വെറും മോതിരമല്ല, തിരുവല്ലയിലെ മോതിരം വിജയമോതിരമാണ് എന്ന് മനസ്സിൽ ഓർക്കണം. ഈ നാട്ടിലെ എല്ലാവരോടും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി രാഷ്ട്രീയത്തിലെ സത്യസന്ധതയ്ക്ക് ഒരു വോട്ട് കൊടുക്കണം. മാത്യു ടി തോമസിനെ വൻപിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്ന് നിങ്ങൾ അഭ്യർത്ഥിക്കണം. നിങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ വിജയത്തിന് വേണ്ടി പരിശ്രമിക്കുന്നവരാണ്. നിങ്ങളോട് വോട്ട് ചോദിക്കേണ്ട കാര്യമില്ല. മറ്റുള്ളവരോട് നിങ്ങൾ വോട്ട് അഭ്യർത്ഥിക്കണം. വിജയം ഏറ്റവും തിളക്കമുള്ളതാക്കി മാറ്റണം. തിരുവല്ലയുടെ ചരിത്രത്തിലെ ഏറ്റവും വർണ്ണാഭമായ തിളക്കമാർന്ന മഹാവിജയം നേടിയെടുക്കുന്നതിന് ഇനിയുള്ള മണിക്കൂറുകളിൽ ഊർജ്ജസ്വലമായി രംഗത്തിറങ്ങണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു. 4-ാം തീയതി മെയ് വോട്ടെണ്ണി കഴിഞ്ഞാൽ ഈ മഹാവിജയം ആഘോഷിക്കാനും മാത്യു ടി തോമസിന് സ്വീകരണം നൽകാനുമായി ഒത്തുകൂടുമ്പോൾ നമുക്ക് വീണ്ടും കാണാൻ കഴിയും എന്നാശിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദനങ്ങൾ. അപ്പോൾ ഈ തിരക്കിനിടയിൽ കൂടി എന്നെ വേഗം അങ്ങ് വിടണം. മറ്റേ അവിടെ അരുൺകുമാറിൻ്റെ റോഡ് ഷോ കാത്തു നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി. ഞാനങ്ങ് പോയിക്കോട്ടെ. ഇവിടെയാണ്